നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പട്ടാമ്പി കീഴായൂർ ഗവൺമെന്റ് യു.പി. സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഓൺലൈൻ വഴി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 1,20,00,000 രൂപ ചെലവഴിച്ചാണ് പട്ടാമ്പി നഗരസഭയിലെ കീഴായൂർ ഗവൺമെന്റ് യു.പി. സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. സ്കൂളിന്റെ ഏറെക്കാലത്തെ ആവശ്യം കൂടിയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈൻ വഴി കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി സൂചിപ്പിച്ചു. 5,000 കോടി രൂപയുടെ പശ്ചാത്തല വികസന പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രം നടപ്പാക്കിയതായും മന്ത്രി സൂചിപ്പിച്ചു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം ഇന്ന് രാജ്യത്തിനകത്ത് തന്നെ മാതൃകയാണ്. അടിസ്ഥാന വികസന രംഗത്ത് 5,000 കോടി രൂപയുടെ ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ട്. പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. ഈ അവസരത്തിൽ പുതിയ പൊതുവിദ്യാലയങ്ങൾ നിർമ്മാണം നടത്തുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമായിട്ടാണ്. കീഴായൂർ ഗവൺമെന്റ് യു.പി. സ്കൂളിന്റെ പുതിയ കെട്ടിടം മുഹമ്മദ് മോസിൻ എം.എൽ.എ. ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. പട്ടാമ്പി മണ്ഡലത്തിലെ എല്ലാ സർക്കാർ വിദ്യാലയങ്ങളും മികവിന്റെ കേന്ദ്രങ്ങളായി മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ എം.എൽ.എ. സൂചിപ്പിച്ചു. എപ്പോഴും ജനകീയമായിട്ടുള്ള എന്ത് ചെറിയ പരിപാടി നടക്കുമ്പോഴും രക്ഷിതാക്കള് വരുന്നതിന് മാതൃകയായിട്ടുള്ള ഒരു വിദ്യാലയമാണ് ഈ വിദ്യാലയം. അതുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് വാക്കും പറഞ്ഞിട്ടുണ്ട്, ഫണ്ട് തരണം എന്ന് പറഞ്ഞു. മന്ത്രി 1 കോടിക്ക് പകരം 1,20,00,000 രൂപ അനുവദിച്ച് തന്നു. അതിന് പ്രത്യേകം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് നന്ദി അറിയിക്കുകയാണ്. അതിന് നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചു. ഇപ്പോ അതിന്റെ നിർമ്മാണം ആരംഭിക്കുകയാണ്. കീഴായൂർ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് ഇതുപോലെ നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു ബസ്. ആ ബസ് ഇപ്പോൾ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ഈ കെട്ടിടത്തിന് പുറമെ ഇപ്പൊ ഈ വർണ്ണക്കൂടാരം, അതിമനോഹരമായിട്ടുള്ള വർണ്ണക്കൂടാരം യാഥാർത്ഥ്യമായി. ഇനിയും വികസന പദ്ധതികൾ നമ്മുടെ വിദ്യാലയത്തെ തേടിയെത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത്, രക്ഷിതാക്കളുടെ ഇൻവോൾവ്മെന്റ് ഏറ്റവും കൂടുതലുള്ള PTA ആണെങ്കിലും പൂർവ്വ വിദ്യാർത്ഥികളാണെങ്കിലും എപ്പോഴും സജീവമായിട്ട് നിൽക്കുന്ന വളരെ കുറച്ച് സ്കൂളുകളാണുള്ളത്. അതിൽപ്പെട്ട ഏറ്റവും മികച്ച സ്കൂളുകളിൽ ഒന്നാണ് ഈ കീഴായൂർ സ്കൂൾ. ഇതൊരു ജനകീയ സ്കൂളാണ്. ഇന്ന് നമുക്കറിയാം, ഈ സ്കൂള് ആദ്യം തന്നെ കെട്ടിടം എന്ന് പറഞ്ഞാൽ അത്യാവശ്യ സൗകര്യം തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു. ബസ് മാത്രമാണ് അന്ന് പറഞ്ഞിരുന്നത്. പിന്നെ കുട്ടികളുടെ എണ്ണം കൂടി, അപ്പോഴാണ് കെട്ടിടത്തിന്റെ ആവശ്യം വന്നത്. പട്ടാമ്പി നിയമസഭാ മണ്ഡലത്തിൽ ഏതാണ്ട് 100 കോടി രൂപയുടെ വികസന പദ്ധതികൾ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രം നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ടി.പി. ഷാജി, സ്കൂൾ പ്രധാനാധ്യാപിക പി. ശ്രീലത, മധുസൂദനൻ, എൻ. രാജൻ, മുരളീധരൻ, എം. മുഹമ്മദ് അലി, പി. സജു, മുഹമ്മദ് മുസ്തഫ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്ത് സംസാരിച്ചു. 14ാം പഞ്ചവത്സര പദ്ധതിയിലെ 2026-27 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ഷൊർണൂർ എം.എൽ.എ. പി. മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി. ആർ. കുഞ്ഞുണ്ണി അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ഷക്കീന അക്ബർ പദ്ധതി രേഖ പ്രകാശനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജിജി എസ് കരട് പദ്ധതി അവതരിപ്പിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി. ദിവ്യ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ. പി. പ്രജീഷ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷ ഡോക്ടർ സുഷമ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ. പി. വിപിലേഷ്, ഡോക്ടർ നിഷ ടി. വി, ജയന്തി വിജയകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഹുസൻ പി. ഐ, ബാവ മാളിയേക്കൽ, രവിപ്രകാശ്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ. കെ. ചന്ദ്രദാസ് തുടങ്ങിയവർ സംസാരിച്ചു. വികസനം ഉണ്ടാക്കാൻ, ക്ഷേമം ഉണ്ടാക്കാൻ, പുരോഗതി ഉണ്ടാക്കാൻ ഉള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുക. അതിന്റെ ഭാഗമായി ഇപ്പോൾ ചെയ്യുന്ന സെമിനാർ എന്ന് പറയുന്നത് 14ാം പഞ്ചവത്സര പദ്ധതിയുടെ അവസാനത്തെ വർഷത്തേക്കുള്ള 26-27 വർഷത്തേക്കുള്ളതാണ്. 14ാം പഞ്ചവത്സര പദ്ധതി ഈ വർഷത്തോടുകൂടി അവസാനിക്കാൻ പോകും. അതിന്റെ അവസാനത്തെ പദ്ധതിയാണ് നമ്മൾ ഇപ്പോ ഇവിടെ ചർച്ച ചെയ്ത് നമ്മൾ രൂപപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ
കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ ചർച്ച നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ മേഖലയിലും ഇനി നമുക്ക് കൈവരിക്കേണ്ട ഇടപെടേണ്ട പദ്ധതികൾ എന്താണെന്നതിനെ സംബന്ധിച്ച കരട് നമുക്ക് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ അതിൽ 16ാമത് പദ്ധതിയുടെ 5ാമത്തെ വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തയ്യാറാക്കപ്പെട്ട കരട് രേഖ ഇവിടെ നൽകിയിട്ടുണ്ട്. കരട് എന്നാണ് അതിന്റെ പേര്. പക്ഷേ അതിൽ ആളെ കരടായിട്ടല്ല, പക്ഷെ കരട് രേഖ എന്നാണ് നാട്ടിൽ പ്രയോഗം നടന്നത്. അപ്പൊ കരട് രേഖ നമ്മൾ ചർച്ച നടത്തി, വർക്കിംഗ് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വേർതിരിഞ്ഞ് ചർച്ച നടത്തി, അതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചയിൽ ഉരുത്തിരിച്ചു വരുന്ന കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് നമ്മൾ ചർച്ച നടത്തി. അത് നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള വികസന സെമിനാർ കൂറ്റനാട് സംഗമം ഓഡിറ്റോറിയത്തിൽ ഷൊർണൂർ MLA പി മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ നിഷ TV അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് KT മോഹൻദാസ് പദ്ധതി രേഖ MLAയിൽ നിന്നും ഏറ്റുവാങ്ങി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന T കരട് പദ്ധതി അവതരിപ്പിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP സുലൈഖ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വെളിയന്തടം മോഹനൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ O രാജൻ മാസ്റ്റർ, വാർഡ് മെമ്പർ മുസ്തഫ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി VA തോമസ്, അസിസ്റ്റന്റ് സെക്രട്ടറി ഷാജ് TR തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കരട് പദ്ധതി രേഖയിന്മേൽ ഗ്രൂപ്പ് തല ചർച്ചയും നടന്നു. അങ്ങനെയാണ് ഈ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ഒക്കെ കേന്ദ്രീകരിച്ചിരുന്ന പ്രവർത്തന പദ്ധതികൾ, പരിപാടികൾ, ആസൂത്രണ പ്രക്രിയയുടെ ഭാഗമായുള്ള കാര്യങ്ങളൊക്കെ താഴെ തലങ്ങളിലേക്ക് വിട്ടു നൽകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെയാണ് ആരോഗ്യ ആശുപത്രി, സബ് സെന്റർ, കമ്മ്യൂണിറ്റി സെന്റർ, മറ്റ് പ്രൈമറി ഹെൽത്ത് സെന്റർ, അങ്ങനെ ആശുപത്രികൾ അതൊക്കെ തന്നെ നേരിട്ട് വേറിട്ട ഡിപ്പാർട്ട്മെന്റിന്റെ നിയന്ത്രണത്തിലായിരുന്നു. അത് മാറി ഓരോ തരത്തിലുള്ള പഞ്ചായത്ത് സംവിധാനങ്ങളുടെ അധികാരത്തിന്റെ പരിധിയിൽ ഈ സ്ഥാപനങ്ങൾ വരുന്ന സ്ഥിതിയാണ്. സ്ഥാപനങ്ങൾ വിട്ടുകൊടുക്കും. അങ്ങനെയാണ് ആശുപത്രി സംവിധാനം നമ്മുടെ പഞ്ചായത്തിന്റെ അതിന്റെ അധീനതയിൽ കീഴിലും വരുന്നത്. കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃഷിഭവൻ ഉൾപ്പെടെ അതിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. വിദ്യാലയങ്ങളിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. സാമൂഹ്യ സുരക്ഷാ പദ്ധതിയും സാമൂഹ്യ ക്ഷേമവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ അങ്ങനെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റുകൾ മുഖേന ചെലവഴിച്ചിരുന്ന ഫണ്ടുകൾ ബന്ധപ്പെട്ട സംവിധാനത്തിന്റെ ഭാഗമായി, അധികാര വികസനത്തിന്റെ ഭാഗമായി ഇത്ര ശതമാനം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറി കൊടുക്കുന്ന ആൾക്കാരുണ്ടായി. അങ്ങനെയാണ് നമ്മൾ പൊതുവല്ല കാലങ്ങളിൽ നടപ്പാക്കുന്നത്. ഇപ്പൊ ആശുപത്രി നേരത്തെ ആളുമാകുന്ന ഇല്ലാത്ത അവസ്ഥയല്ല. ഏറ്റവും വലിയ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശുപത്രി അതിന്റെ സൂപ്രണ്ട് അങ്ങനെ പോയി, ജില്ലാ ആശുപത്രി അതുപോലെ തന്നെ ജില്ലാ ആശുപത്രി സൂപ്രണ്ട്, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ അതിലൊക്കെ കാരണം ഓരോ സംവിധാനത്തിന്റെ ഭാഗമായി വരുന്നതിന്റെ ചെയർമാൻമാർ, പ്രസിഡന്റുമാർ, അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, അവരുടെയൊക്കെ പരിധിയിൽ അവരുടെ പദവിയിൽ കാര്യങ്ങൾ വരിക. അപ്പൊ ഏകീകരണ പദ്ധതി നടപ്പാക്കിയതിന്റെ 25 വർഷം നമ്മളിപ്പോ കഴിഞ്ഞ നേരത്തെ 25ാമത്തെ വാർഷികം നമ്മൾ ആഘോഷിച്ചു. ഇപ്പൊ 30ലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിലുണ്ടായ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ വന്നിട്ട് എപ്പോഴായിട്ടുള്ള പ്രശ്നങ്ങൾ അതൊക്കെ തന്നെ തിരുത്തിക്കൊണ്ട് കൂടുതൽ ശക്തമായ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ പറഞ്ഞാൽ ഇതിന്റെ പ്രക്രിയയുടെ ഭാഗമായി നടപടിക്രമം പൂർത്തിയാക്കണം. നാളെ മറ്റന്നാളൊക്കെ പഞ്ചായത്തിന് ആഘോഷമാണ്. അപ്പൊ അതിന്റെ ഭാഗമായി തന്നെ ഈ വികസന സെമിനാറുകൾ അടിയന്തരമായി നടത്തണമെന്ന് തീരുമാനിച്ചതിന്റെ ഭാഗമായി കുറച്ച് നിർദ്ദേശങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ പോരായ്മകളുണ്ട്. അത് നമ്മൾ തിരുത്തി പോകുന്നതിന് കാണുന്നതാണ്. പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള റബ്ബറൈസിംഗ് പ്രവൃത്തികൾ അവസാന ഘട്ടത്തിൽ. പകൽ സമയങ്ങളിലും പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. പട്ടാമ്പി നിളാശുപത്രി മുതൽ ഷൊർണൂർ IPT കോളേജ് വരെയുള്ള പാതയുടെ നവീകരണമാണ് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി
പട്ടാമ്പി ടൗണിൽ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ റബ്ബറൈസിംഗ് പ്രവൃത്തികൾ വീണ്ടും പുനരാരംഭിച്ചു. രാത്രി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് പ്രവൃത്തികൾ നടത്തുന്നത്. ഇന്ന് രാത്രിയും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി 9 മണി മുതൽ രാവിലെ 9 മണി വരെയാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം പകൽവേളയിലും ബുധനാഴ്ച ടൗണിലെ റബ്ബറൈസിംഗ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നുണ്ട്. ബസ് സ്റ്റാൻഡ് പരിസരത്താണ് രാവിലെ മുതലുള്ള പ്രവൃത്തികൾ നടക്കുന്നത്. മേലെ പട്ടാമ്പി SPI മുതൽ 100 മീറ്ററോളം ഭാഗത്തെ റബ്ബറൈസിംഗ് ഇനി നടത്താനുണ്ട്. ഇത് ഇന്ന് രാത്രിയോടെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. കമാനം മുതൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള ഭാഗത്തെ റബ്ബറൈസിംഗ് പൂർത്തിയായിട്ടുണ്ട്. നാളത്തോടുകൂടി പള്ളിപ്പുറ റോഡിലെ മാർക്കറ്റ് വരെയുള്ള ഭാഗത്തെ റബ്ബറൈസിംഗ് പ്രവൃത്തികൾ കൂടി പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. തുടർന്ന് നിളാശുപത്രി വരെയുള്ള 300 മീറ്ററോളം വരുന്ന പാത കൂടി റബ്ബറൈസ് ചെയ്യാനുണ്ട്. ഈ മാസത്തോടെ തന്നെ പാതയുടെ മുഴുവൻ റബ്ബറൈസിംഗ് പ്രവൃത്തികളും പൂർത്തിയാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. ഏറെക്കാലമായി ആരംഭിച്ച റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. റബ്ബറൈസിംഗ് പ്രവൃത്തികൾ പൂർത്തിയായെങ്കിലും ടൗണിൽ ഉൾപ്പെടെ അഴുക്കുചാലിന്റെ പ്രവൃത്തികൾ കൂടി പൂർത്തിയാക്കാനുണ്ട്. ഇതുകൂടി വേഗത്തിലാക്കാൻ ആവശ്യമായ നടപടികൾ വേണമെന്നാണ് പട്ടാമ്പിയിലെ വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവരുടെയും ആവശ്യം. എഴുത്തുകാരി ശ്രീദേവി വിജയന്റെ സ്പർശം എന്ന നോവലിന്റെ പ്രകാശനം തൃശൂർ സാഹിത്യ അക്കാദമി വയലോപ്പള്ളി ഹാളിൽ നടന്നു. യുവ എഴുത്തുകാരി ജിൻഷ ഗംഗ പ്രകാശനം നിർവഹിച്ചു. മേഘന വിജയ് പുസ്തകം ഏറ്റുവാങ്ങി. ആൽബിൻ രാജ പുസ്തക പരിചയവും പ്രസാധക മൊഴി സമസ്യ ചീഫ് എഡിറ്റർ സുനിത ശശിയും നടത്തി. ഡിവൈഎസ്പി സുരേന്ദ്രൻ മങ്ങാട്ട് മുഖ്യാതിഥിയായി. തിരൂർ സമസ്യ പബ്ലിക്കേഷൻസ് ആണ് പ്രസാധകർ. ഒരുപാട് സന്തോഷത്തിലും അഭിമാനത്തിലുമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം സാധാരണ മക്കളുടെ കവിതയും കഥയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അമ്മമാരാണ് വന്നിട്ട് നമ്മളെ ചിയർ ചെയ്യാറുള്ളത്. അതേപോലെ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതേപോലെ വേറെ ഒരു ആന്റി അതേപോലെ മക്കൾ വന്നിട്ടുണ്ട്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. അമ്മ ഇങ്ങനെ ഒരു കഥയും കവിതയൊക്കെ ഒരുപാട് എഴുതാറുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ 2-3 വർഷമായിട്ട് ഇതിലേക്ക് ഉണ്ടെങ്കിൽ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു നോവൽ എഴുതുക എന്നുള്ളത്. അതിന് ചെറുപ്പ് വെച്ചതും എല്ലാവിധ സപ്പോർട്ട് നൽകിയതും സുനിതാറ്റിയാണ്. അപ്പൊ അതിനോട് പുസ്തകത്തിന് വേണ്ടിയിട്ടും ആദ്യം ഞാൻ എഴുതാൻ തുടങ്ങുമ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, എനിക്ക് എഴുതി തീരാൻ പറ്റുമോ? കാരണം കഥകളും കവിതകളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും നോവലിലേക്ക് കടക്കുന്നത് ആദ്യമായിട്ടാണ്. എനിക്ക് ഭയങ്കര ഒരു പേടി ഉണ്ടായിരുന്നു. അതുപോലെ ഒരു പ്രിയ കൂട്ടുകാരി സുനിത, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണെന്ന് പറഞ്ഞിരിക്കുമല്ലോ. അതേപോലെ അപ്പോൾ സുനിത ശ്രീദേവി എഴുതൂ, ശ്രീദേവിക്ക് സാധിക്കും, എഴുതി നോക്കൂ. അങ്ങനെ അവരുടെ ഒരു പ്രചോദനം കൊണ്ടാണ് ഞാൻ ഈ എഴുത്തിലേക്ക് വരുന്നത്. പിന്നെ ഈ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ സംഘടിപ്പിച്ചു. VK ശ്രീകണ്ഠൻ MP സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. VK ശ്രീകണ്ഠൻ MP സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ജീവൻ കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആ തിരിച്ചറിവ് ഈ രാജ്യത്തോടും ജനങ്ങളോടും വിളിച്ചു പറഞ്ഞ ആളാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. അക്ഷരാർത്ഥത്തിൽ എല്ലാം കൊണ്ടും അത് കൃത്യമാണ്, ശരിയാണെന്നുള്ളത് പിന്നീട് നമ്മുടെ അനുഭവം തെളിയിച്ചു. നമുക്ക് അത്ഭുതങ്ങൾ വിളയിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അർദ്ധ പട്ടിണിക്കാരുടെ കുടുംബട്ടിണിക്കാരുടെ ഒരു നാടായിരുന്നു നമ്മുടെ നാട്. അതുപോലെ തന്നെയാണ് മറ്റൊരു വസ്ത്രം ഉടുതുണിക്ക് മറുതുണി ഉണ്ടായിരുന്നില്ല ആ ഒരു കാലഘട്ടത്തിൽ. അതിനേക്കാൾ ഭയാനകമായി മാറാരോഗികളുടെ നാട് എന്ന് വിശേഷിപ്പിച്ചു. വിദേശത്തുനിന്നും ആരും വരാൻ ഭയക്കുന്ന ഒരു പ്രദേശമായിരുന്നു പഴയ ഇന്ത്യ. അതിൽ നിന്നും എത്രമാത്രം മെച്ചപ്പെട്ടു ആലോചിക്കുന്നു. പഞ്ചവത്സര പദ്ധതികളാണ് നമ്മുടെ രാജ്യത്തെ പടുത്തുയർത്തിയതിൽ അടിസ്ഥാന ശിലയായി. ആരാ? നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ആസൂത്രണ മികവ്, ദീർഘവീക്ഷണമാണ് ഇന്ത്യയുടെ ഈ പുരോഗതിക്ക് എല്ലാം അടിത്തറയുള്ളത്. പിന്നീട് വന്ന ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും ശക്തമായ ഒരു ഭരണാധികാരി എന്നറിയപ്പെട്ട അവര് ഗ്രാമങ്ങളിൽ തൊട്ടറിഞ്ഞ് പ്രവർത്തിച്ച ഒരു പ്രധാനമന്ത്രിയായിരുന്നു. കരട് പദ്ധതി രേഖാ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് അംഗം അൻവർ സാദത്ത് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് ജംസീന, സ്ഥിരസമിതി അധ്യക്ഷ സി ഫബ്ന, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് രാമദാസ്, ഷഹർബാനു അക്ബർ, സഹദുള്ള, പ്രേമലത, CK സിദ്ദീഖ്,
ഷീല ബാലൻ, ഹസ്ന ജമാൽ, മൊയ്തീൻ കുട്ടി, സൽമ കലാം, സുനിറ മുഹമ്മദ് അലി, ദീപക്, അഷറഫ് അലി, ബിജീഷ്, നൌഫൽ, മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. നെല്ലിന്റെ താങ്ങുവില കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാർ ശ്രമത്തിനെതിരെ പട്ടാമ്പി കൊടുമുണ്ടയിൽ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കർഷക ധർണ ജില്ലാ സെക്രട്ടറി MR മുരളി ഉദ്ഘാടനം ചെയ്തു. നെല്ലിന്റെ താങ്ങുവില കുറയ്ക്കുവാനുള്ള കേന്ദ്ര സർക്കാർ ശ്രമത്തിനെതിരെയാണ് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കൊടുമുണ്ട യാറത്തിൽ കർഷക ധർണ സംഘടിപ്പിച്ചത്. കർഷക സംഘം ജില്ലാ സെക്രട്ടറി MR മുരളി ധർണ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് നെൽകർഷകർ നേരിടുന്ന പ്രശ്നത്തെ, പ്രതിസന്ധിയെ പരിഹരിക്കുന്നതിന് വേണ്ടി ഈ പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുമ്പോഴും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സാധ്യമാകുന്നതെല്ലാം ചെയ്യുകയാണ്. സഹകരണ ബാങ്കുകൾ വഴി നെല്ല് സംഭരിക്കും. നെല്ലിന്റെ പണം ബാങ്കുകൾ നൽകും, സഹകരണ ബാങ്കുകൾ നൽകും. കൊടുമുണ്ടയിലെ പാടത്ത് നിന്ന് ഇന്ന് നെല്ല് കയറ്റി കർഷകന്റെ കയ്യിൽ ഷീറ്റ് ഇന്ന് കിട്ടിയാൽ നാളെ ആ ഷീറ്റും കൊണ്ട് നിങ്ങൾ സർവീസ് ബാങ്കിൽ പോയാൽ പണം കിട്ടും. ഇനി സ്റ്റേറ്റ് ബാങ്കിലേക്ക് പോണ്ട, കാനറ ബാങ്കിലേക്ക് പോണ്ട. നമ്മുടെ നാട്ടിലെ ഈ നാടിന്റെ ബാങ്ക് ഉണ്ടല്ലോ, സഹകരണ ബാങ്കുകൾ, പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്ക്, അതെ, മുതുതലയും ഓങ്ങല്ലൂർ പഞ്ചായത്തും പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ പരിധിയിലാണ്. കൊപ്പം ബാങ്ക് കൊപ്പം പഞ്ചായത്തിൽ, ഷൊർണൂർ മുനിസിപ്പാലിറ്റി ഷൊർണൂർ സർവീസ് ബാങ്ക്, ഇങ്ങനെ സർവീസ് ബാങ്കുകൾക്ക് നിശ്ചയിച്ചു കൊടുത്തേക്കാണ് ഇപ്പോൾ. അങ്ങനെ വന്നപ്പോൾ പുതിയൊരു പ്രശ്നം വന്നു. ഈ സപ്ലൈകോ ആണല്ലോ നെല്ലെടുക്കുന്നതിനുള്ള കേന്ദ്ര ഏജൻസി. സർവീസ് ബാങ്കുകൾ ഇങ്ങനെ നെല്ല് സംഭരിച്ച് പണം കർഷകർക്ക് കൊടുത്താൽ ഈ പണം സർവീസ് ബാങ്കുകൾക്ക് എങ്ങനെ തിരിച്ചു കിട്ടും? അതൊരു പ്രശ്നമായി. അപ്പൊ സപ്ലൈകോവിന്റെ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥ മേലാളന്മാർ, അവർക്ക് ഈ നാട്ടിലെ കർഷകന്റെ കാര്യങ്ങളൊന്നും അറിയേണ്ട കാര്യമില്ല. അവര് പറഞ്ഞു നിയമപരമായിട്ട് ഇത് പ്രതിസന്ധി ഉണ്ടാക്കും. KV അബ്ബാസ് അധ്യക്ഷനായിരുന്നു. K മുരളി, CM നീലകണ്ഠൻ, T ഗോപാലകൃഷ്ണൻ, PM ഉഷ, P ഷൺമുഖൻ, KM വാസുദേവൻ, KT സിദ്ദിഖ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തലശ്ശേരി പെരുമണ്ണൂർ കോട്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ഉത്സവം വർണ്ണാഭമായ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾ നടന്നു. തുടർന്ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് വൈകിട്ട് കാവ് കയറി. തുടർന്ന് വിവിധ ഉപ ആഘോഷ കമ്മിറ്റികളുടെ പൂരം വരവുണ്ടായി. ആന, പഞ്ചവാദ്യം, ശിങ്കാരിമേളം, കാവടി, നാടൻ കലകൾ, തിറ, പൂതൻ, കരിങ്കാളി, ചെണ്ടമേളം എന്നിവ ഉത്സവാഘോഷങ്ങൾ കാണാനെത്തിയവരിൽ ആവേശം തീർത്തു. രാത്രി നടന്ന തായമ്പക വാദ്യമേളത്തോടെ ഉത്സവാഘോഷത്തിന് തിരശ്ശീല വീണു. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.